ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠാണ് ട്രീൻ ട്രീ. എല്ലാവർക്കും പരിചയമുള്ള ശബ്ദമാണ് അല്ലേ? എന്താണ്? ഫോണിന്റെ ശബ്ദമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പാഠത്തിലുള്ളത് ഒരു ഫോൺ സംഭാഷണമാണ്. സംഭാഷണത്തിന് എന്താ ഉറുദുവിൽ പറയാ? ഗുഫ്തഗു എന്നാണ് പറയുക. അപ്പൊ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഗുഫ്തഗു ആണ്. ഗുഫ്തഗുവില് 3 പേര് വരുന്നുണ്ട്. മനോഹർ, സാജിദ്. ഇവർ 2 പേരും കൂട്ടുകാരാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിനിടക്ക് ഫോണാണല്ലോ, അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നത് സാജിദിന്റെ ഉപ്പയാണ്. അപ്പൊ സാജിദിന്റെ ഉപ്പയും മനോഹറും തമ്മിൽ സംസാരിക്കുന്നു. പിന്നീട് ഫോണ് സാജിദിന് കൊടുക്കുന്നു. അപ്പോ ഇന്ന് നമുക്ക് അവർ തമ്മിലുള്ള സംഭാഷണം എന്തൊക്കെയാണ് എന്ന് കേട്ടു നോക്കാം. हेलो हेलो, आप कौन बोल रहे हैं? मैं साजिद का दोस्त मनोहर बोल रहा हूँ। क्या बात है बेटा, खैरियत तो है? सब ठीक है चचा जान। साजिद कहाँ है? वो मेरे पास ही है, उसे फोन देता हूँ। साजिद, क्या आज हम सर्कस देखने चले? हाँ मनोहर, जरूर। पहले मैं अम्मी अब्बा से पूछ लो। ठीक है, तुम पूछ लो, फिर मुझे बताओ। तुम कब तक आ रहे हो? मैं ठीक 4 बजे आऊँगा। जरूर तुम तैयार रहना। ठीक है, तुम साइकिल लेकर आना। बेटा, अगर आप साइकिल से जा रहे हैं तो सड़क पर ध्यान से चलाना। പ്യാരെ ബച്ചോ, എല്ലാവരും ഈ സംഭാഷണം കേട്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് സാജിദും സാജിദിന്റെ അബ്ബയും മനോഹറുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് നോക്കാം. ആരെ ഫോൺ വിളിക്കുന്നത്? മനോഹറാണ് ഫോൺ വിളിക്കുന്നത്. മനോഹർ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തത് സാജിദിന്റെ അബ്ബയാണ് ഫോൺ എടുത്തത്. ഹലോ. നമ്മളെല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് അതാണല്ലേ, ഹലോ എന്ന് പറയും. സാജിദിന്റെ അബ്ബയും പറഞ്ഞു, ഹലോ, ആപ് കോൻ ബോൽ രഹേ ഹൈ? ആപ് കോൻ ബോൽ രഹേ ഹൈ? ഇതാരാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? മനോഹർ പറഞ്ഞു, മേ സാജിദ് കാ ദോസ്ത് മനോഹർ ബോൽ രഹാ ഹൂം. മേ സാജിദ് കാ ദോസ്ത് മനോഹർ ബോൽ രഹാ ഹൂം. ഞാനാരാണ്? സാജിദിന്റെ ദോസ്ത്, കൂട്ടുകാരനായ മനോഹറാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനോഹറിന്റെ നേരത്തെ തന്നെ സാജിദിന്റെ അബ്ബക്ക് അറിയാം. അപ്പൊ അബ്ബ പറഞ്ഞ്, ക്യാ ബാത്ത് ഹെ ബേട്ട? എന്താ മോനെ കാര്യം? ക്യാ ബാത്ത് ഹെ? എന്താണ് കാര്യം മോനെ? ഖൈരിയത്തോ ഹെ? സുഖം തന്നെയല്ലേ? ഖൈരിയത്തോ ഹെ? സുഖം തന്നെയല്ലേ? മനോഹർ പറഞ്ഞു, സബ് ടീക്ക് ഹെ ചച്ചാ ജാൻ. സബ് ടീക്ക് ഹെ, ഒക്കെ ഓക്കെയാണ്, എല്ലാം ശരിയാണ്, വളരെ സുഖാണ് ചച്ചാ ജാൻ. സാജിദ് കഹാ ഹെ? സാജിദ് എവിടെയാണ്? അപ്പൊ അബ്ബ പറഞ്ഞു, വോ മേരെ പാസ് ഹി ഹെ. അബ്ബ പറഞ്ഞു, വോ മേരെ പാസ് ഹി ഹെ, അവൻ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. മേ ഉസേ ഫോൺ ദേത്താ ഹൂ, ഞാൻ അവന് ഫോൺ കൊടുക്കാം.
പിന്നീട് സംസാരിക്കുന്നത് സംഭാഷണം ആര് തമ്മിലാണ്? സാജിദും മനോഹറും തമ്മിലാണ്. മനോഹർ സാജിദിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? സാജിദ്, ക്യാ ആജ് ഹം സർക്കസ് ദേഖിനെ ചലേ? സാജിദ്, ക്യാ ആജ് ഹം സർക്കസ് ദേഖിനെ ചലേ? സാജിദേ, ഇന്ന് നമുക്ക് സർക്കസ് കാണാൻ പോയാലോ? ഇന്ന് നമുക്ക് സർക്കസ് കാണാൻ പോയാലോ? ഇന്ന് ഒഴിവാണ്, ഇന്ന് ചുട്ടിയാണ്, ഒഴിവാണ്, അതുകൊണ്ട് ഫ്രീ ആണ്, രണ്ടാളും ഫ്രീ ആണ്. അപ്പോ മനോഹര സാജിദിനോട് ചോദിച്ചു, ഇന്ന് നമുക്ക് സർക്കസ് കാണാൻ പോയാലോ? അപ്പൊ സാജിദ് പറഞ്ഞു, ഹാ മനോഹർ, ജറൂർ. ഹാ ഹാ അതെ, ജറൂർ, തീർച്ചയായും. പക്ഷേ പഹലെ മേ അമ്മി അബ്ബാസെ പൂച്ച്ലോ, പോണീന് മുമ്പ് ഞാനൊന്ന് അമ്മി അബ്ബയോടൊന്ന് ചോദിക്കട്ടെ. അമ്മയോടും അച്ഛനോടും അല്ലെ, ഉപ്പാനോടും ഉമ്മയോടും ഒന്ന് ചോദിക്കട്ടെ. സമ്മതം വാങ്ങണം അല്ലെ. നമ്മൾ പുറത്തെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറഞ്ഞിട്ട് പോവണം അല്ലെ, മാതാപിതാക്കളോട് പറഞ്ഞു പോവണം. അപ്പൊ സാജിദ് അങ്ങനെ പറഞ്ഞപ്പോ മനോഹർ പറഞ്ഞു, ടീക്ക് ഹേ, ശരി, തും പൂച്ച്ലോ, നീ അവരോട് ചോദിക്കൂ. ഫിർ മുജെ ബത്താവോ, പിന്നീട് എന്നോടൊന്ന് പറഞ്ഞോണ്ട, എന്താണ് അവര് പറയുന്നതെന്ന് എന്നോട് പറയും, ഉണ്ടെങ്കിൽ എന്നോട് വിവരം പറയണം. സാജിദ് പറഞ്ഞു, തും കബ് തക് ആ രഹേ ഹോ, നീ എപ്പോഴാ വരിക? പോവാന് നീ എപ്പോഴാ വരിക? മനോഹർ പറഞ്ഞു, മേ ടീക്ക് 4 ബജെ ആവുക. ഞാൻ ടീക്ക് 4 ബജെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 മണിക്ക് ഞാൻ ആവുക, വരും. ജറൂർ തും തയ്യാർ രഹന, തീർച്ചയായിട്ടും നീ തയ്യാറാവണം, നീ റെഡി ആവണം. സാജിദ് പറഞ്ഞു, ടീക്ക് ഹേ, ശരി, ഞാൻ റെഡി ആയിക്കോളാം, 4 മണിക്ക് വന്നോളൂ. തും സൈക്കിൾ ലേക്കറാണ്, നീ സൈക്കിൾ എടുത്ത് വന്നോളൂ, സൈക്കിളും വരുമ്പോ കൊണ്ടുവന്നോളൂ എന്ന് സാജിദ് പറഞ്ഞു. ഫോൺ വെച്ചു. അപ്പൊ സാജിദിന്റെ അബ്ബ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ സാജിദിന്റെ അബ്ബ പറഞ്ഞു, ബേട്ടാ മോനെ, അഗർ ആപ് സൈക്കിൾ സേ ജാ രഹേ ഹേ തോ, നിങ്ങൾ സൈക്കിളിലൂടെയാണ് പോകുന്നതെങ്കിൽ സടക് പർ ധ്യാൻ സേ ചലാന. സടക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബസ് പോവും, കാറ് പോവും, ജീപ്പ് പോവും. സടക്ക് റോഡിലൂടെ ശ്രദ്ധയോടുകൂടി പോകണം എന്ന് പറയാം. അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഡൗട്ട് അതുവഴി തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.